കുറ്റിപ്പുറത്തെ നഴ്സ് അമീന ആത്മഹത്യ ചെയ്ത് ആശുപത്രി മുൻ മാനേജർ അബ്ദുറഹ്മാന്റെ മാനസിക പീഡനത്തെ തുടർന്ന പോലീസ് അറിയാത്ത ജോലികൾ ചെയ്യാൻ അമീനയെ അദ്ദേഹം നിർബന്ധിച്ചു. കഴിഞ്ഞ ഡിസംബറിൽ ആശുപത്രിയിൽ നിന്ന് രാജിവെക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടും അബ്ദുറഹ്മാൻ സമ്മതിച്ചില്ലെന്നും പോലീസിന്റെ കണ്ടെത്തൽ. 24 എക്സ്ക്ലൂസീവ് വാർത്തയുമായി സമീർ ബിൻ കരീം ചേരുന്നു മലപ്പുറം. സമീർ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. സമീർ, ശരിക്കും അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണോ ഈ ആത്മഹത്യയിലേക്ക് കാര്യങ്ങൾ നയിച്ചത്? SKN ആശുപത്രി മുൻ ജനറൽ മാനേജർ അബ്ദുറഹ്മാന്റെ ഗുരുതരമായ കടുത്തമായ മാനസിക പീഡനമാണ് ഈ അമീനയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഈ തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ അമാന ആശുപത്രിയിലായിരുന്നു ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ അബ്ദുറഹ്മാനായിരുന്നു ജനറൽ മാനേജറായി ഉണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അമീന ഈ ജോലി രാജിവെച്ച് പോകാൻ വേണ്ടി തീരുമാനിച്ചു. ആ സമയത്ത് ഈ ആശുപത്രി മാനേജറായിരുന്ന അബ്ദുറഹ്മാൻ ഒരു തരത്തിലും പിരിഞ്ഞു പോകാൻ സമ്മതിച്ചില്ല. നിർബന്ധിച്ച് ജോലി തുടരാൻ വേണ്ടി തീരുമാനിപ്പിച്ചു. മാത്രമല്ല ഇവിടെ ആവശ്യത്തിന് ജീവനക്കാരില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു നിർബന്ധിപ്പിച്ച് ജോലിയിൽ തുടരാൻ വേണ്ടി അമീനയെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. മാത്രമല്ല അതിന് പിന്നാലെ ഈ വർഷം ജൂൺ മാസത്തിലും ഈ അമീന രാജിക്കത്ത് നൽകി അങ്ങനെ പോകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ജൂൺ 12-ാം തീയതി ആണ് ഈ അമീന ആത്മഹത്യ ചെയ്തത്. 13-ാം തീയതിയാണ് അമീന ജോലിയിൽ നിന്നും പിരിഞ്ഞു പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഈ 12-ാം തീയതി അമീനയുടെ ഡ്യൂട്ടി കഴിഞ്ഞ് പുറത്തു നിൽക്കുന്ന സമയത്ത് അബ്ദുറഹ്മാൻ ഈ ക്യാബിനിലേക്ക് വിളിച്ചു വരുത്തി വളരെ ക്രൂരമായ രീതിയിൽ മാനസികമായി കടുത്ത രീതിയിൽ അനാവശ്യമായി ചീത്ത പറഞ്ഞു എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. മാത്രമല്ല എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകില്ല എന്ന തരത്തിലുള്ള ഒരു സംസാരവും ഉണ്ടായി. ഇങ്ങനെ ഉണ്ടായ കടുത്ത മാനസിക സമ്മർദ്ദവും അബ്ദുറഹ്മാന്റെ ഭീഷണിയും എല്ലാമാണ് അമീനയെ അന്ന് വൈകുന്നേരം തന്നെ ആത്മഹത്യയിലേക്ക് നയിച്ചത്, ആത്മഹത്യ ചെയ്യാൻ കാരണമായത് എന്നുള്ളതാണ് തിരൂർ പോലീസിന്റെ കണ്ടെത്തൽ. മാത്രമല്ല ഈ അമീന താമസിച്ചിരുന്ന ഈ ആശുപത്രി നൽകിയിരിക്കുന്ന സൗകര്യം എന്ന് പറയുന്നത് കടുത്ത പ്രയാസമുണ്ടാകുന്ന സൗകര്യമായിരുന്നു. ഈ തകരം കൊണ്ടുണ്ടാക്കിയ ഷീറ്റിന് താഴെയായിരുന്നു ഇവർക്ക് താമസിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിയിരുന്നത്. ഈ അബ്ദുറഹ്മാൻ ആശുപത്രിയിലെ ചുമതല വഹിക്കുന്നതിന് മുൻപ് വരെ ആശുപത്രി മാനേജ്മെന്റ് ആയിരുന്നു ഇവർക്ക് വേണ്ട താമസ സൗകര്യവും ഈ താമസത്തിന് ആവശ്യമായ സാധനങ്ങളും നൽകിയിരുന്നാൽ അബ്ദുറഹ്മാൻ വന്നതിന് ശേഷം ആശുപത്രിയിലെ അല്ലെങ്കിൽ ഇവർ താമസിക്കുന്ന ടോയ്ലറ്റിൽ ഉപയോഗിക്കേണ്ട സാധനങ്ങൾ വരെ ഈ തുച്ഛമായ ശമ്പളം ലഭിക്കുന്ന ആശുപത്രി ജീവനക്കാരുടെ പക്കലുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് നിർബന്ധിപ്പിച്ച് അബ്ദുറഹ്മാൻ വാങ്ങിപ്പിച്ചു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ കടത്തിൽ. കാരണം എല്ലാ തരത്തിലുള്ള കടുത്ത മാനസികമായ പീഡനമാണ് ഈ അബ്ദുറഹ്മാൻ ഈ ജീവനക്കാർക്ക് നൽകിയതെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. ഒരു അമീനക്ക് മാത്രമല്ല ആശുപത്രിയിലെ നിരവധിയായിട്ടുള്ള ജീവനക്കാർക്ക് സമാനമായ അനുഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ തിരൂർ തിരൂർ ഡിവൈഎസ്പിക്കും കുറ്റിപ്പുറം പോലീസിന് മൊഴി നൽകിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട അമാന ആശുപത്രിയുടെ മുൻ മാനേജറായിരിക്കുന്ന അബ്ദുറഹ്മാനെ പോലീസ് അറസ്റ്റ് ചെയ്യുണ്ടായത്. 24 ആണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവരികയും ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റ് നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. SKN സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടക്കട്ടെ, പോലീസ് സത്യം കണ്ടെത്തട്ടെ.